കാപ്പ കേസ് പ്രതിയെ സ്ഥാനാർത്ഥിയാക്കി ബി.ജെ.പി. കാപ്പ കേസിലെ പ്രതി സുഗതനെയാണ് തിരുവനന്തപുരം വട്ടിയൂർക്കാവ് വാഴോട്ടുകോണം വാർഡിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. രണ്ടാം ഘട്ട ബി.ജെ.പി. സ്ഥാനാർത്ഥി പട്ടികയിലാണ് സുഗതനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. വിവരങ്ങളുമായി മനസ മനോജ് ചേർന്നുണ്ട്. മനസ, എന്താണ് ഈ സുഗതന്റെ ഒരു ക്രിമിനൽ പശ്ചാത്തലം? ഇതുപോലെ ഏതെങ്കിലും കേസുകളിൽ കേസ് പട്ടികയിൽപ്പെട്ടെങ്കിൽ മാത്രമേ ബി.ജെ.പി. സ്ഥാനാർത്ഥി പട്ടികയിൽ വരാൻ പറ്റുകയുള്ളൂ എന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. സുഗതന്റെ ക്രിമിനൽ പശ്ചാത്തലം എന്താണ് മനസ? ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി പട്ടിക നോക്കിയാലും അഴിമതിക്കാരെയും അതോടൊപ്പം തന്നെ വായ്പാ തട്ടിപ്പുകാരെയും ഇപ്പോഴിതാ കാപ്പ കേസ് പ്രതിയെ കൂടി ഉൾപ്പെടുത്തിയുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് ബി.ജെ.പി. നേതൃത്വം വാഴോട്ടുകോണം വാർഡിൽ മത്സരിക്കാനിറങ്ങുന്ന ബി.ജെ.പി. സ്ഥാനാർത്ഥിയാണ്. ഇയാളുടെ പേരിലാണ് ഈ കാപ്പ പ്രകാരം കേസ് ചുമത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റ് കേസുകളിൽ, അതായത് വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ തന്നെ 6 കേസുകളും നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിൽ 1 കേസ്, അങ്ങനെ 7 കേസുകൾ വേറെയും ഉണ്ട് എന്നതാണ് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത്. ഇയാളെ, അതായത് ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി സുഗതനെ പ്രഖ്യാപിച്ചത് ബി.ജെ.പിയുടെ രണ്ടാം ഘട്ട പട്ടികയിലാണ്. രണ്ടാം ഘട്ട പട്ടികയിൽ ഇത്തരത്തിൽ ഒരു കാപ്പ കേസ് പ്രതിയെ നേതൃത്വം എങ്ങനെയാണ് പരിഗണിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളും ഒരുപക്ഷെ ബി.ജെ.പി. നേതൃത്വം തന്നെ വരും മണിക്കൂറുകളിൽ മറുപടി പറയേണ്ട ഒരു സാഹചര്യം തന്നെയാണ്. തീർച്ചയായും അർഹതപ്പെട്ടവർക്ക് അല്ലെങ്കിൽ വാഗ്ദാനം നൽകിയവർക്ക് സീറ്റ് നിഷേധിച്ചുകൊണ്ട് ഇത്തരത്തിൽ അഴിമതിക്കാരെയും അതോടൊപ്പം തന്നെ വായ്പാ തട്ടിപ്പ് നടത്തുന്ന ആളുകളെയും അതോടൊപ്പം തന്നെ ഈ കാപ്പ കേസ് ഉൾപ്പെടെയുള്ള പ്രതിയായി ആളുകളെ സുഗതന് 7 കേസുകൾ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഏതെങ്കിലും കേസിൽ പ്രതിയാക്കപ്പെട്ട് ജയിലിൽ കിടന്നിട്ടുണ്ടോ സുഗതൻ? കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചു വരികയാണ്. സുഗതൻ ഏതായാലും ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ് എന്നത് ഇതിനോടകം തന്നെ വ്യക്തമായിട്ടുണ്ട്. കാരണം 7 കേസുകളിൽ പ്രതിയും അതോടൊപ്പം തന്നെ ഒരു കാപ്പ കേസ് പ്രതിയുമാണ്. ഈ കാപ്പ കേസ് പ്രകാരം 6 മാസം സ്റ്റേഷനിൽ വന്ന് ഒപ്പിടാനുള്ള ഒരു നിർദ്ദേശമൊക്കെയും തന്നെ നൽകിയ ഒരു സാഹചര്യവുമുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിൽ ബി.ജെ.പിയുടെ വാഴോട്ടുകോണം വാർഡിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി ബി.ജെ.പി. തന്നെ സുഗതനെ പ്രഖ്യാപിക്കുന്നത്. കാപ്പ കേസിലെ പ്രതിയാണെന്ന നേതാക്കൾക്കും അണികൾക്കും അറിയാത്ത ഒരു സാഹചര്യവും നിലവിൽ ഉണ്ടാകില്ല. കാരണം ഇത്തരത്തിൽ ഒരു സ്ഥാനാർത്ഥിയായി പരിഗണിക്കുമ്പോൾ സ്ഥാനാർത്ഥിയുടെ ആ വ്യക്തിയുടെ പശ്ചാത്തലം ഉൾപ്പെടെ പരിശോധിച്ച് മാത്രമായിരിക്കാം ഒരുപക്ഷെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടെ ഉൾക്കൊള്ളിക്കാൻ കഴിയുകയുള്ളൂ. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഒരുപക്ഷെ നേതൃത്വം അറിഞ്ഞുകൊണ്ടാണോ ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ മറുപടി പറയേണ്ട ഒരു സാഹചര്യം കൂടിയാണ് ഉള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നേതൃത്വം അർഹിക്കുന്നവരെ പരിഗണിക്കാതെ ഇത്തരത്തിൽ അഴിമതിക്കാരെയും പിന്നെ തൽപരരായ കക്ഷികളെയും ഒക്കെയും തന്നെ പരിഗണിക്കുന്ന പട്ടികയാണ് എന്നത് നേതാക്കൾക്കിടയിൽ നിന്ന് തന്നെ ഉയർന്നു വന്ന വിമർശനമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ അതിന്റെ ഒരു ശക്തമായ ഉദാഹരണം, അതായത് ആത്മഹത്യയിലേക്ക് പോയ സ്ഥിതി വരെ ഇവിടെ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ആ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുമ്പോഴാണ് നല്ലവരായ നേതാക്കളെ പരിഗണിക്കാതെ ഇത്തരത്തിൽ അഴിമതിക്കാരെയും വായ്പാ തട്ടിപ്പുകാരെയും ഒക്കെയും തന്നെ പരിഗണിച്ച് അതോടൊപ്പം തന്നെ കാപ്പ കേസ് പ്രതിയെയും പരിഗണിച്ചുകൊണ്ടുള്ള സ്ഥാനാർത്ഥി പട്ടിക എന്ന് പറയുന്നത് തീർച്ചയായും ഇതിൽ നേതൃത്വം മറുപടി പറയേണ്ട ഒരു സ്ഥിതി തന്നെയാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ ഏത് പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു ക്രിമിനൽ കേസ് പ്രതി അല്ലെങ്കിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു പ്രതിയെ ഇത്തരത്തിൽ സ്ഥാനാർത്ഥിയായി, അതായത് ഒരു ജനപ്രതിനിധിയായി ജനങ്ങൾക്കിടയിലേക്ക് ഇറക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ബി.ജെ.പി. ഏത് ഘട്ടത്തിലാണ് എടുത്തത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ ചോദ്യമായി ഉയരുന്നുണ്ട്.